അച്ഛന്റെ ജീവിതം ബയോപിക് ആക്കുകയാണെങ്കിൽ മമ്മൂക്കയെ വേണമെന്നും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതെ അതെ. അല്ല, അദ്ദേഹത്തിനെ കുറിച്ച് സിനിമ എടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കും. രാത്രി 12 മണി വരെയുള്ള പരാതികൾക്കും അല്ലെങ്കിൽ ഫോൺ വിളികൾക്കും ഒക്കെ അപ്പുറം 5 മണിക്ക് കൃത്യമായിട്ട് എഴുന്നേൽക്കുകയും എല്ലാ പത്രങ്ങളും വായിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. മകന്റെ ദിനചര്യ എങ്ങനെയൊക്കെയാണ്? എനിക്ക് അറിയത്തില്ല, എന്നാ പറഞ്ഞു കാണുന്നില്ല. കേൾക്കട്ടെ. എങ്ങനെയാ ഒരു ദിനചര്യ, ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാ? ഡേ ഇൻ മൈ ലൈഫ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പരിപാടികളാണ് ബേസിക്കലി. അതിപ്പം 8 o'clock തുടങ്ങി പല പരിപാടികൾ. 8 o'clock ആണ്. പിന്നെ ആളുകൾ കാണുന്നു രാവിലെ യാത്രകൾ. ബേസിക്കലി ഒരു 2-3 ചിലപ്പം 3 ജില്ലയൊക്കെ ഒരുമിച്ച് പോയെന്നിരിക്കും. അങ്ങനെ ഞാൻ അപ്പം ചെയ്യാറുണ്ട്. പക്ഷെ റുട്ടീനായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇടുമ്പോൾ അപ്പം വളരെ സിസ്റ്റമാറ്റിക് ഒരു പ്രോഗ്രാം, ഒരു ചാർട്ടിൽ ഒരു വളരെ പുള്ളി വരച്ചെടുക്കുന്ന പോലെ വരച്ചെടുക്കും. എനിക്ക് അങ്ങോട്ട് ആ ഒരു ഇത് എത്തിയിട്ടില്ല. പത്രവായന എങ്ങനെയാണ്? പത്രവായന ഇപ്പം തീരെ കുറവാണ്. ദേശാഭിമാനി വായിക്കാറുണ്ട്? ഇല്ല, ഒരു പത്രമേ ഉള്ളൂ. പുതുപ്പള്ളിയിൽ ഒരു പത്രമേ ഉള്ളൂ ഞാൻ എഴുതുന്നുള്ളൂ. മനോരമ മാതൃഭൂമി 2 പത്രവും വായിക്കുന്നുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ ഒരുപാട് നടക്കാറുണ്ടല്ലോ നമ്മുടെ ടി വികളിലൊക്കെ തന്നെ, ഒരു വിഷയത്തെ എടുത്തിട്ട്. അങ്ങനത്തെ രാഷ്ട്രീയ ചർച്ചകളിലൊന്നും ഒരു പ്രത്യേക ഫൈൻഡിങ് ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ചർച്ചകളിലൊന്നും ഞാൻ എവിടെയും ചാണ്ടിയമ്മനെ അധികം കണ്ടിട്ടുമില്ല. വളരെ ചുരുക്കമായിട്ട് പോയിട്ടുണ്ട്. ആ ചർച്ചകളിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാധ്യമങ്ങളുടെ ചർച്ചകൾ ഫ്രൂട്ട്ഫുൾ അല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അതിനൊരു റിസൾട്ട് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അല്ലെങ്കിൽ കാരണം ഞാൻ ഈ സോളാർ സമയത്ത് ഇത് വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു എന്നും നടന്നുകൊണ്ടിരുന്നത്. വൺ സൈഡഡ്. അപ്പോൾ ആ ഒരു മാധ്യമ ദൃഷ്ടിയിൽ നിന്നാണ് ഞാൻ ഇന്നും ഇതിനെ കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി ഒരു ഫ്രൂട്ട്ഫുള്ളായി അത് പോയാൽ കൊള്ളാമെന്നൊരു അഭിപ്രായം. അമ്മ ഇപ്പം എങ്ങനെയാണ്, വാർത്തകൾ കാണാറുണ്ടോ? ചാനലുകൾ കാണാറുണ്ടോ? ഒരു 2-3-4 പേര് വന്നിരിക്കും ചാനൽ ചർച്ചയ്ക്ക്. ഓരോരുത്തരും ഓരോ പ്രത്യേക ശാസ്ത്രത്തെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് അത് വീട്ടിൽ പറയാനൊക്കത്തില്ലല്ലോ. സത്യം പുറത്ത് വരണമെന്നില്ല. അതുകൊണ്ട് അവർക്ക് സത്യമായിട്ട് കാര്യങ്ങളെല്ലാം പുറത്തു പറയാൻ പറ്റുമോ? പിന്നെ എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കാതെ ഒത്തിരി പിള്ളേരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇന്നത്തെ തലമുറ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കുറച്ചുകൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒത്തിരി നെഗറ്റിവിറ്റി ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഫാമിലിയിൽ അതിനകത്ത് നാട്ടുകാർക്ക് എന്താ നഷ്ടം? നല്ല നാട്ടുകാർക്ക് എന്താ ഗെയിൻ? എന്തിനാണ് മാധ്യമകാർ ഇത് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വ്യക്തിപരമായ കാര്യങ്ങളിൽ എനിക്ക് ആൾക്കാരെ അത് തന്നെയല്ല മോനെ, ഒരാളെ സാറ്റിസ്ഫൈ ആകരുത്. നമുക്ക് ആർക്കും തെറ്റുപറ്റാം. അതെടുത്ത് കളിയാക്കുക, പരിഹസിക്കുക, അതിനുശേഷം പറയാം അവർക്കും ഒരു ഇമോഷൻസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതൊരിക്കലും മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നിയിട്ട്. അവരുടെ എന്ത് ഗെയിനാണ്, എന്ത് മെസ്സേജാണ് കൊടുക്കുന്ന പിള്ളേർക്ക്, അടുത്ത തലമുറയ്ക്ക്? പരിഹാസമല്ലേ, സാഡിസമല്ലേ? അത് നമ്മൾ ചെയ്യാവോ? നിങ്ങൾക്കൊരു ഇത് കിട്ടിയിട്ട് ഒരു ആൾക്കാരുടെ പോലെ നിങ്ങൾക്കൊരു ഇതുണ്ട്. എല്ലാവരും ഞങ്ങളെപ്പോലെ ഒന്നും മാധ്യമക്കാർക്ക് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് വിഷുവാണെങ്കിൽ ഭയങ്കരമായിട്ട് പറ്റും. അപ്പോൾ അത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം, ജനറേഷൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം. ഈ രാഷ്ട്രീയ ആക്രമണങ്ങളെ കുറച്ചുകൂടിയൊക്കെ വ്യക്തിപരമായിട്ട് മാറുന്നുണ്ട് ഈ ഏജിൽ. അതായത് അവരുടെ വ്യക്തി ജീവിതത്തെ കൂടി കടന്നിട്ടാണ് പലപ്പോഴും രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ പോകുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങനെയാണ് എന്നും. അത് ഒരു മാറ്റം അനിവാര്യം തന്നെയാണ്. നമുക്ക് ഇഷ്യൂസ് ഇവിടെ നമ്മൾ ഫ്രൂട്ട്ഫുൾ എന്നല്ല ഞാൻ പറയുക, ഇഷ്യൂസ് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ 2015 നവംബർ 1 വിഴിഞ്ഞം പോർട്ടിന്റെ തറക്കല്ലിട്ടത്. ഇന്ന് ആ പോർട്ട് എവിടെ എത്തിയിരിക്കുന്നു? കേരളത്തിന്റെ തന്നെ ഒരു ബേസ് ആവാൻ പോവാണ്, ഇന്ത്യയുടെ ബേസ് ആവാൻ പോവാണ്. പക്ഷേ 2015 ആ തറക്കല്ലിട്ട ദിവസം ഡിസ്കഷൻ മാധ്യമങ്ങൾ വേറെയായിരുന്നു. അതാണ് പോയിന്റ് ഞാൻ പറഞ്ഞു വന്നത്. യഥാർത്ഥ ഇഷ്യൂസിനെ ചർച്ച ചെയ്യുന്നില്ല, ഇത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രത്യേകിച്ച് അക്കാര്യത്തിൽ ചില വെസ്റ്റേൺ കൺട്രീസിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ലെന്നാണ് ഞാൻ കേട്ടുള്ളത്. അതിൽ വെസ്റ്റിലാണെങ്കിലും നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ അവർ വേറെ എന്താ പറയുക, സ്പോർട്സ് ആയിട്ടും ഫിലിമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടും ഒക്കെ ഒരു ഡിസ്കഷൻസ്. പൊളിറ്റിക്സ് നമ്മൾ ഓവർ ഇൻഫ്ലേറ്റ് ചെയ്യുമോ എന്നൊരു സംശയം. പൊളിറ്റിക്സ് വേണം, പക്ഷെ അത് ഒത്തിരി കൂടിപ്പോയി നമ്മുടെ വികസനത്തെയും നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെയും നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ഇഗ്നോറായി പോകുന്നു എന്നൊരു സംശയം. അത് ഞാൻ വിഴിഞ്ഞത് തറക്കല്ലിടുമ്പോൾ ഞാനിവിടെ TV കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ചാനലും മാറി മാറി ഓരോറ്റ ചാനൽ പോലും എൻ്റെ ഓർമ്മയിൽ
ഞാൻ കണ്ടു. എനിക്കൊരു വലിയ ദുഃഖം ഇന്നും വിഴിഞ്ഞം നല്ലതായിട്ടൊരു പറ്റി മിക്സ്ഡ് ഫീലിങ്ങാണ്. എൻ്റെ ദൈവമേ, ഒരു ഉമ്മൻചാണ്ടിക്ക് ഒരു ഒറ്റ പ്രാവശ്യം പോലും ഒരു ബീഡിയാക്കാൻ കൊടുത്തു ആരെങ്കിലും കൊണ്ട് ഞാൻ കണ്ടില്ല. അത് BD ജയസ് ആയിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. BD ജയസിനെ കുറിച്ചായിട്ട് ഹോൾ ചാനൽസ് എല്ലാം ഡിസ്കസ് ചെയ്തു. അതെനിക്കൊരു ഒരു ദുഃഖപുത്രി ഞാൻ പറഞ്ഞു. പക്ഷേ അത് വികസിച്ച് വരുന്നു, നമ്പർ 1 ഇന്ത്യയിലേക്ക് നന്നാവുന്നു, ഭയങ്കരമായിട്ട് അതിലേക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഓർഗനൈസ് ചെയ്ത പല പദ്ധതികളും ഇന്ന് വലിയ രീതിയിൽ യാഥാർത്ഥ്യമാവുന്നു. ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഹൈവേയുടെയൊക്കെ ആദ്യ ആലോചനകൾ എവിടെ നടന്നു കേരള സമൂഹത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിച്ചവർക്കൊക്കെ അറിയാം. ഈ ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും? അല്ല, ക്രെഡിറ്റ് വേണമെന്നില്ല, ക്രെഡിറ്റ് എടുത്തോട്ടെ, പരിപാടി നിർത്താം. കൊച്ചിനെ വളർത്തുന്ന ക്രെഡിറ്റ് ആരും എടുത്തോട്ടെ, കൊച്ചുണ്ടായാൽ മതി, അല്ലെങ്കിൽ വളർന്ന് വന്നാൽ മതി, നാടിന് ഗുണം കിട്ടട്ടെ. ക്രെഡിറ്റ് കുഴപ്പമില്ല. ക്രെഡിറ്റ് നമ്മൾ വാഴ്ത്തിപ്പാടേണ്ടതല്ല. പല കാര്യങ്ങളും ഇപ്പം ഇടുക്കി ഡാം നമുക്ക് ആരാന്നറിയോ? അതേപോലെ എത്രയോ പദ്ധതികളുണ്ട്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിൻ്റെ അടുത്ത് വയ്ക്കൂ, അവരിങ്ങനെ ക്രെഡിറ്റിന് വേണ്ടി ആരും നടക്കുന്നില്ലല്ലോ. പരിപാടിയും പദ്ധതി നടക്കട്ടെ, നമ്മുടെ നാട് മാറട്ടെ, ഡസൻറ്റ് മാറ്റർ ഹു ഗെറ്റ്സ് ഇറ്റ്. അങ്ങനെ തന്നെയാണോ അദ്ദേഹം ഓർഗനൈസ് ചെയ്ത പല പദ്ധതികൾ ഇന്നും നടക്കുന്നത് കാണുമ്പോൾ? ഒത്തിരി സന്തോഷം അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഒപ്പം തന്നെ അതിന് ഉമ്മൻചാണ്ടി മെട്രോയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി പ്രതിയൊക്കെ കേസ് കൊടുത്തു, അതിനകത്ത് യാത്ര ചെയ്തെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കൂട്ടത്തിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്, അവിടുത്തെ തബഹളവും ഒക്കെ കണ്ടതാണ്. അതിൻ്റെ സാക്ഷിയാണ്. പിന്നെ ഗെയിൽ പൈപ്പോ അതിനകത്ത് എന്തോ അത് ഞാൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇത് രണ്ടിനും ഉണ്ടായിരുന്നു, മെട്രോയ്ക്കും ഇതുണ്ടായിരുന്നു. സ്മാർട്ട് സിറ്റി എവിടെ പോയി? എന്തെല്ലാം പ്രോജക്ട്സ്. ഈ നാഷണൽ ഗെയിംസ് നടന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കി. ഒരു വാക്ക് പോലും ആദ്യം ഈ പറഞ്ഞു കേട്ടില്ല. ഇതുപോലെ ഈ റോഡ് നിയമം ഇങ്ങോട്ടുള്ള കരമന കളിക്കുള്ളൂ, ഒരൊറ്റ ഇഞ്ച് പോലും വർഷങ്ങൾ നീങ്ങായിരുന്ന റോഡ് ആരെ കൊണ്ടുവന്നേ? എനിക്കതിനെക്കൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഈ ബേക്കറി ജംഗ്ഷനുള്ള അണ്ടർപാസും മേളിലോ ഓർബിച്ചും അതാരെ കൊണ്ടുവന്നേ? എത്ര വർഷം പെട്ടെന്ന് കൊണ്ടുവന്നില്ലേ? അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനെ കൂടെ പോവാ. എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട ഭർത്താവ് കഷ്ടപ്പെട്ട ഈ ഗവൺമെൻറ് പോവാ, അദ്ദേഹത്തെ കഷ്ടപ്പെട്ട മെട്രോയിൽ പോവാ, കുഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ട. അങ്ങനെ ഒരുപാട് ആത്മസംതൃപ്തി അതിനെക്കുറിച്ചുണ്ട്. ക്രെഡിറ്റ് ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി പോലും ആഗ്രഹിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റിലല്ല ഞങ്ങൾക്ക് ആ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും പറഞ്ഞു നമ്മുടെ ദേശം നന്നായിട്ട് ഇപ്പോഴെനിക്ക് പിള്ളേരൊക്കെ നല്ല തലമുറയായിട്ട് വാർത്തെടുത്ത് വേണം. അങ്ങനെയൊക്കെ അടുത്തെക്കുറിച്ച് ഒരു കുഞ്ഞ് ലാസ്റ്റ് ആദ്യം 2 പ്രാവശ്യം ഇരുന്നു. കുഞ്ഞിരുന്ന വർഷങ്ങൾ അത്രയും ഞാൻ അത് ഓരോ ദിവസവും കേരളത്തിൽ വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓണം വരുമ്പോൾ ദൈവം അന്നത്തൊക്കെ എന്താ പറയുക, ഈ മദ്യ വിഷമദ്യം കുടിച്ച് പിന്നെ മാർച്ചാകുമ്പോഴത്തേക്ക് എന്താ പിള്ളേർ ആത്മഹത്യ ചെയ്യും, പരീക്ഷ പേടിച്ച്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്ലാനുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും രാജ്യത്തെ മുന്നോട്ട് നയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം രാജ്യത്തെ സമർത്ഥമായി തന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ഒരുപാട് തിരക്കുള്ളൊരു ദിവസം അല്പനേരം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരു ലെഗസി ഉണ്ടല്ലോ, അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഓരോ ദിവസവും നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അദ്ദേഹം ഒരുപാട് കേരളത്തിന് തന്നിട്ടുണ്ട്. അതിന് ഇപ്പോൾ സ്നേഹമായിട്ടും ആദരവായിട്ടൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളിൽ തരാനേ നിർവാഹമുള്ളൂ. നേരത്തിന് ഒരുപാട് നന്ദി രണ്ടുപേരുടെയും.